വഴിയോരത്ത് എല്ലും തോലുമായി കിടന്നിരുന്ന യുവാവിന്റെ പാസ്പോർട്ട് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അധികൃതർ. കാരണം ഇയാൾ സന്ദർശിച്ചിരിക്കുന്നത് 20ലേറെ രാജ്യങ്ങളാണ്. മുംബൈയിൽ ഉയർന്ന കമ്പനിയിൽ ജോലിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വീടും സ്വന്തക്കാരുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് എല്ലും തോലുമായി വഴിയരികിൽ കിടക്കുന്ന അവസ്ഥയിലാണ് കാണാൻ കഴിഞ്ഞത്. തൃശൂർ നഗരത്തിലെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം വഴിയോരത്ത് എല്ലും തോലുമായി കിടന്നിരുന്ന മഹേഷ് അയ്യരുടെ കഥയാണിത്. ഒരു കാലത്ത് ഇദ്ദേഹം വിമാന കമ്പനിയുടെ ഫ്രീക്വന്റ് ഫ്ലയർ ആനുകൂല്യങ്ങൾ നേടിയ വ്യക്തിയായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. മുംബൈയിലെ റിദ്ധി സിദ്ധി സ്റ്റീൽ കോർപ്പറേഷൻ കമ്പനിയിൽ ഓവർസീസ് ഓപ്പറേഷൻ മാനേജറായിരുന്നു മഹേഷ്. ജോലിയുടെ ഭാഗമായി മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെ 20ൽ പരം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. മുംബൈയിൽ ബൃഹത്തായ സൗഹൃദ വലയത്തിന് ഉടമയുമായിരുന്നു മഹേഷ് എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ഏറ്റക്കുറിച്ചിലുകളുടെ ഗ്രാഫാണ് സ്വാമി എന്ന് വിളിക്കുന്ന മഹേഷ് അയ്യരുടെ ജീവിതമെന്നാണ് സഹപാഠിയും അയൽവാസിയുമായ ബംഗളൂരുവിലെ ജിൻസന്റെ അഭിപ്രായം. ബികോം ജയിച്ച ശേഷം ചാലക്കുടി ടൗണിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തിയാണ് തുടക്കം. വെളാഞ്ചേരിയിലെ വീട്ടിൽ മാതാപിതാക്കൾ മുറുക്കുണ്ടാക്കുന്നത് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു പതിവ്. കുറച്ച് സമ്പാദ്യമൊക്കെ കയ്യിൽ വന്നപ്പോൾ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് വീട് പണി തുടങ്ങി. എന്നാൽ പണി പൂർത്തിയാക്കും മുൻപ് തന്നെ അച്ഛന് അർബുദം ബാധിച്ചു. ഇതായിരുന്നു കഷ്ടകാലത്തിന്റെ തുടക്കം. പിതാവിന് അസുഖം വന്നതോടെ വീട് പണി നിലച്ചു. വായ്പ തിരിച്ചടവ് മുടങ്ങി. പലയിടങ്ങളിൽ നിന്നും വൻ പലിശയ്ക്ക് പണം വാങ്ങി പിതാവിനെ ചികിത്സിച്ചു. തിരിച്ചടവ് മുടങ്ങിയതോടെ വീട് ജപ്തിയായി. ഇതിനിടെ പിതാവ് മരിക്കുകയും ചെയ്തു. കൊടകരയിലെ ആശുപത്രിയിൽ നിന്നും അച്ഛന്റെ മൃതദേഹം കൊണ്ടുവരാൻ ആംബുലൻസിന് പണമില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ ജിൻസനാണ് സ്വന്തം ജീപ്പിൽ മൃതദേഹം വീട്ടിലെത്തിച്ചത്. അച്ഛനും വീടും നഷ്ടമായതോടെ മഹേഷ് അമ്മയോടൊപ്പം ജോലി തേടി മുംബൈയിലേക്ക് പോയി. അവിടെ നല്ല കമ്പനിയിൽ നല്ല നിലയിലും നല്ല ശമ്പളത്തിലുമുള്ള ഉയർന്ന ജോലി കിട്ടുകയും ചെയ്തു. സ്വന്തമായി ഫ്ളാറ്റ് വാങ്ങി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇരുമ്പു കമ്പികൾ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ വിദേശ വിപണി കൈകാര്യം ചെയ്യുന്ന മാനേജറായിരുന്നു മഹേഷ്. ഇതിന്റെ ഭാഗമായി നിരന്തരം വിമാനയാത്രകൾ നടത്തി. വിദേശ വിപണിയുടെ സാധ്യത മനസ്സിലാക്കിയ മഹേഷ് മുംബൈയിൽ സ്വന്തമായി ഇതേ ബിസിനസ് തുടങ്ങി. അതിനിടെയാണ് കോവിഡ് കാലം എത്തിയത്. ഇതോടെ കമ്പനി പൂട്ടി. ജോലി നഷ്ടപ്പെട്ടതോടെ മഹേഷ് മുംബൈയിൽ നിന്നും അമ്മയും കൂട്ടി നാട്ടിലേക്ക് മടങ്ങി. എറണാകുളത്തെ വാടക വീട്ടിൽ താമസിച്ചു. എന്നാൽ നല്ലൊരു ജോലി ഇല്ലാത്തതിനാൽ വാടക കൊടുക്കാനോ ഭക്ഷണം കഴിക്കാനോ പണമില്ലാത്ത അവസ്ഥ വന്നു. ഇതിനിടെ അമ്മ മരിക്കുകയും ചെയ്തു. വാടക കൊടുക്കാത്തതിനാൽ ഉടമ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ജോലിയൊന്നുമില്ലാതെ മഹേഷ് എങ്ങും പോകാനാകാതെ തെരുവിലേക്ക് ഇറങ്ങി. കുറച്ചുനാൾ തൃശൂരിൽ വാടകയ്ക്ക് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിച്ചു. അതിനിടെയാണ് ക്ഷയരോഗം ബാധിച്ച് തളർന്നത്. ഇതോടെ തെരുവിൽ അഭയം തേടി. സുമുഖനായ ഒരു യുവാവ് 3 വർഷത്തിനിടെയാണ് എല്ലും തോലുമായി വഴിയരികിൽ ജീവച്ഛമായി കിടക്കുന്ന അവസ്ഥയിലെത്തിയത്. ഒടുവിൽ തെരുവോരം മുരുകനെ ഏറ്റെടുത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ചികിത്സ നൽകുകയായിരുന്നു. ഇപ്പോൾ മഹേഷ് സുഖം പ്രാപിച്ചു വരുന്നു. മഹേഷിന് സഹായവും വാഗ്ദാനങ്ങളുമായി നിരവധി സംഘടനകളാണ് രംഗത്തെത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.